അപ്പോൾ ഇതൊക്കെ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. എത്രയും സാധനങ്ങളുണ്ട്. എൻ്റെ വീട്ടിലുള്ള വിഗ്രഹങ്ങൾ, വിളക്ക്, നാളെ ചിങ്ങം ഒന്നല്ലേ, അപ്പോൾ ഇന്നെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഒടുക്കത്തെ വെയിറ്റ്. അപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇത് വിളക്കിൻ്റെ ആ സാധനങ്ങളൊക്കെ അല്ലേ, ഒന്നിച്ചിരി തേയ്ക്കണം നന്നായിട്ട്. ഒന്നെങ്കിൽ പുളി എടുത്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചകിരിയൊക്കെ വെച്ചിട്ട് തേച്ചെടുക്കണം. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ഒന്ന് തിളങ്ങി കിട്ടണം, അതിൻ്റെ ക്ലാവൊക്കെ മാറിയിട്ട്. സിട്രിക് ആസിഡ്, ഉപ്പ്, പിന്നെ വിനീഗർ, ഇതൊക്കെ കുറച്ച് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിലും മൈദാപ്പൊടി, അതില്ലാന്നുണ്ടെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ അരിമാവ്. അപ്പോൾ ഞാൻ കടലമാവിൻ്റെ കുറച്ച് ഇത് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി കടലമാവ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം, കാരണം ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ്, അത്ര പോലും വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വിനീഗർ ഇടുവാണ്. എന്നിട്ട് ഇതിലേക്ക് സിട്രിക് ആസിഡും ഉപ്പും. അപ്പം ഉപ്പ് ഒരു 2 സ്പൂണ്, അതേ കണക്കിന് സിട്രിക് ആസിഡ്. ഞാൻ ആ സ്പൂൺ കൊണ്ട് തന്നെ എടുക്കാം. ഇനി ഇച്ചിരി വെള്ളമായിട്ടിട്ട് മിക്സ് ചെയ്യാം. വിനീഗർ ഉണ്ട് അതിനകത്ത് ഓൾറെഡി, സ്റ്റിൽ ലൈക്കണം. നമുക്ക് സ്പൂണിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അപ്പം ഞാനിപ്പം കൈ കൊണ്ടാണ് ഇടുന്നത്. ഓക്കെ, പുളിക്ക് പകരം സിട്രിക് ആസിഡ് എടുത്തു. ഇതൊക്കെ ഒന്ന് തിളങ്ങി കിട്ടാനായിട്ട് ബ്രാസിൻ്റെത്. അപ്പം ഞാൻ ഈ ഗണപതി തൊട്ട് തുടങ്ങുവാണ്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് നേരം ഇതൊരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കാം. ഞാനിപ്പോൾ സിങ്കിലേക്ക് ഇറക്കി വയ്ക്കുക. സോ അതിൻ്റെ ക്ലാവ് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ കാലം ഇരിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി വല്ലാണ്ടിരിക്കും. ഇത് നോക്ക്, നേരത്തെ ഇരുന്നത് അപ്പോൾ ഞാൻ കൈയോട്ട് തന്നെ ഇങ്ങനെ മാറ്റുവാണെങ്കിൽ ഇതൊന്ന് മാഞ്ഞു കിട്ടും. ഞാനിത് നേരത്തെ ഒരു വീഡിയോ ഇതുപോലത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്തപ്പോഴത്തേക്ക് മൈദമാവ് വെച്ചിട്ടാണ് ചെയ്തത്. കുറച്ച് ടൈം എടുത്തു. ഇനി മുരുകൻ, ഇതൊക്കെ നമ്മുടെ MRT കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം. ഞാൻ അതിൻ്റെ വേലിനെ എടുത്തിട്ട് ജസ്റ്റ് അങ്ങനെ അങ്ങ് മുക്കിയിട്ട് എടുത്ത് ഒതുക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ MRT കടയൊക്കെ പൂട്ടിയെന്ന് കേട്ടു, ഉള്ളതാണോ എന്തോ. ഇതൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിട്ടേ എപ്പോൾ വന്നാലും സാധനങ്ങൾ അവിടെ നിന്ന് അമ്മ പണ്ട് മുതലേ വർഷങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇങ്ങനെ എല്ലാം ഞാൻ തേച്ച് പിടിപ്പിക്കുവാണ്. എന്നിട്ട് ഈ സ്ക്രബ്ബർ, ഒരു പുതിയ സ്ക്രബ്ബർ എടുത്തിട്ട് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ എല്ലാത്തിനും ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൈക്ക് കുറച്ച് ഡ്രൈ ഫീൽ, ഇതിപ്പം ഡയറക്റ്റ് ഞാൻ കൈയിട്ടുകൊണ്ട് ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറോ വാസ്ലിൻ എന്താണെന്ന് വെച്ചാൽ റബ്ബ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ റബ്ബ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഇനി ചെറിയൊരു കിണ്ടിയ, അപ്പം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട്, ഇവിടെ ചകിരി അങ്ങനെ ഇല്ല കേട്ടോ, കിട്ടാനായിട്ടൊന്നും ഇല്ല. അപ്പം അതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഈ സ്ക്രബ്ബർ അല്ലെങ്കിൽ മെറ്റൽ സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിലും അതത്ര പോകത്തില്ല എത്രത്തോളം ഇത് ചെയ്താലും.
പിന്നെ ഈ ഒരു പാറ്റേണാണ് ഇപ്പം എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. വലിയ പ്രഷർ കൊടുക്കാണ്ട്, ഇതിപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ എന്ത് പ്രഷറാണ് കൊടുക്കുന്നതെന്ന്. ജസ്റ്റ് വിരലുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആക്കുന്നതേ ഉള്ളൂ. നന്നായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ, നന്നായിട്ട്. അപ്പം എനിക്ക് നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് തന്നതാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു കുഞ്ഞ് ഇത്. അപ്പോൾ അത് ഇതിൻ്റെ സാധനങ്ങളല്ല, എന്നാലും സ്റ്റിൽ തേക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കാം. ഓക്കെ, നമ്മുടെ തിരുപ്പതി ബാലാജി, ആന്ധ്ര വെങ്കടാചലപതി, പുള്ളിയുടെ നാമം ശംഖും. അപ്പം ഇതൊക്കെ ഒരു മാറ്റ് ഫിനിഷിങ് സംഭവമാണ്. ഭയങ്കര ഗ്ലേസി ഫിനിഷുള്ള സാധനമല്ല ഞാൻ ഒരിക്കലും വാങ്ങിക്കുന്നത്. അപ്പം മാറ്റ് ഫിനിഷിനും ഡിസൈൻസ് കുറേ ഉണ്ട്. കാർവിങ്സ് ലൈക്ക് ഡ്രസ്സും ഓർണമെൻറ്റ്സും അതൊക്കെ വെച്ചിരിക്കുന്ന മാതിരി. അപ്പം ഇതൊക്കെ ഇച്ചിരി കറുത്തതുപോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് എന്തെങ്കിലും ചെറിയൊരു പുതിയ ബ്രഷ് എടുത്തിട്ട് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ മുക്കി വയ്ക്കത്തക്ക രീതിയിൽ അതുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം ശരിയായി കിട്ടും. ഇത് ഒത്തിരി നേരം ഡ്രൈ ചെയ്യുവാണെങ്കിൽ ഉണങ്ങിപ്പോവും. ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കഴുകിയെടുക്കാൻ പാടാം. അപ്പോൾ ഒന്നേന്ന് ബ്രഷ് ഇല്ലെങ്കിലും ഇച്ചിരി നനച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, കാരണം മാവല്ലേ. ഓക്കെ, അതിൻ്റെ സ്റ്റാൻഡ് കുറേ കാലം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കേ, ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇതൊക്കെ ചെയ്തിട്ട്. ഇപ്പം നാളെ ചിങ്ങമല്ലേ, എല്ലാം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഒട്ടും വയ്യാണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ വേറെ എന്താ പനിയാവും. വീട്ടിനകത്തിരുന്ന് ഇങ്ങനെ ഓരോന്നും വീട്ടിൻ്റെ ഓരോ സൈഡ് ഇങ്ങനെ നടന്നിട്ട് നോക്കും എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം ഇങ്ങനത്തെയൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ പിടുത്തവും നടക്കും. ഓക്കെ, ഇനി മണി നന്ദിയുടെ ആണ് കേട്ടോ. ഈ നന്ദിയുടെ ഇതില്ല മണിയില്ലേ, ഞാൻ ശിവനും ഫേസ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. നന്ദി ശിവനെ ഫേസ് ചെയ്തായിരിക്കുന്നത്. അപ്പം ശിവലിംഗത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ഇതിന് പുള്ളി അയാളെ തന്നെ കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കും. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. നാഗര് ഇത് ശിവൻ്റെ കഴുത്തിലെ ആഭരണം. ശിവാഭരണം ഗോരൂ, കേട്ടിട്ടുണ്ടോ പാട്ട്? നാഗര്. ഓക്കെ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കൂടുതൽ ചെയ്യാണ്ട്. പിന്നെ എനിക്ക് ശിവൻ്റെ ഒരു രുദ്രാക്ഷ ഒരു സ്വർണ്ണത്തിൽ കോർത്തതും അത് വെള്ളിയിൽ ചെയിനിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് വെള്ളി എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഈ സാധനം തന്നെയാണ് അതിലേക്കും ഇടുന്നത്. കറക്റ്റ് കുറച്ച് തിളങ്ങി കിട്ടും, ബട്ട് നോട്ട് ലൈക്ക് ആ വൈറ്റ് കളർ അതുപോലെ കിട്ടുന്നില്ല എനിക്ക്. അപ്പോൾ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. ശിവലിംഗം എൻ്റെ കയ്യിലിരിക്കുന്നത് കല്ലാണ്. കല്ലിൻ്റെത് പണ്ട് ജയദീപ്, അതിപ്പം വെളുത്ത് ഏതാണ്ട് ഈ അവസ്ഥയിൽ ശിവൻ വെളുത്ത് വരുവാണ്. എൻ്റെ വീട്ടിലുള്ള ശിവലിംഗം അത് കല്ലായതുകൊണ്ട് ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അതിനകത്ത് ആസിഡൊന്നും ഇടേണ്ട ആവശ്യമില്ല. സിട്രിക് ആസിഡിൻ്റെയോ ഉപ്പിൻ്റെതോ ഒന്നും തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. മൈസൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ വാങ്ങിച്ചില്ല, ജയദീപ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, പഠിക്കുന്ന കാലത്ത് പുള്ളിക്ക് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചതാണ്. പിന്നെ ജയദീപ് വാങ്ങിച്ചു വെച്ചതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ എടുത്തോണ്ട് വന്നു. അത് നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ശിവനെ ഭയങ്കര മൈ ഫേവറേറ്റ്. ഓക്കെ, അപ്പം ശിവലിംഗം വെച്ചിരുന്ന സ്റ്റാൻഡാണ്. ഇത് മുടിയായി ഇനിയുള്ളത് ഇതെല്ലാം കൂടി നിൽക്കത്തക്ക രീതിയിൽ ഒരു പാത്രമുണ്ട്. അതിൻ്റെ സ്റ്റീലല്ലല്ല ലൈക്ക് ആ
പിന്നെ വിളക്കുണ്ട്, വിളക്കിൽ ഇച്ചിരി എണ്ണ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചിട്ട് വേണം ഇത് തേക്കാൻ, അല്ലെങ്കിൽ എണ്ണ ശരിയാവത്തില്ല. അപ്പോൾ വിളക്കിൻ്റെ ആ ഒരിത്, വിളക്കിൻ്റെ കുഞ്ഞ് ഗജലക്ഷ്മിയാണ് കേട്ടോ. ഗജലക്ഷ്മിയുടെ 2 വിളക്കുണ്ട്, പിന്നെ ഒരു വലിയ വിളക്കുണ്ട്. അപ്പം ആ ഗജലക്ഷ്മിയുടെ ഒരു വിളക്ക് പൂജയ്ക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുപോവാണ് ഞാൻ. അപ്പോൾ ഈ 2 എണ്ണം ഇവിടെ വയ്ക്കുവാണ്. പിന്നെ നിലവിളക്കുണ്ട്, അതിപ്പോൾ സൈഡിൽ ഒതുക്കി വെച്ചിരിക്കും. അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് എല്ലാം ഫാൻസി ടൈപ്പ് ലൈക്കണം. ഇവിടെ നമുക്കുള്ള സ്പേസിനകത്ത് എങ്ങനെ വെക്കാൻ പറ്റും അതിന് പറ്റിയ മിനിയേച്ചർ ഫോംസാണ് എൻ്റെ കയ്യിലുള്ളതെല്ലാം. പടങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഈ വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ തന്നെ എല്ലാം റെഡിയാക്കി വാങ്ങിച്ചുകൊണ്ട് വന്നു വീട്ടിൽ നിന്ന്. ഇത് രണ്ടും നമ്മുടെ ഈ മൺപാത്രമല്ലേ, ലൈക്കിനോ ചെടികൾ വയ്ക്കുമ്പോഴത്തേക്ക് ചെറിയൊരു സ്റ്റാൻഡില്ല, കുട്ടി സ്റ്റാൻഡ് വയ്ക്കണം. വിത്തുകളൊക്കെ വെക്കുമ്പോൾ പാവുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വെള്ളം വീഴാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു പാത്രമാണ്. അത് ഞാനിപ്പോൾ തൽക്കാലം ഇതിലേക്ക് എടുത്തു. ഇനി ഈ ഇതാണ് ഇതിലാണ് തേക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് ക്ലാവ് പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി വന്നതൊക്കെ ഇതിലങ്ങ് ഇട്ടിട്ട് കൈ കൊണ്ട് സൈസായിട്ട് എല്ലാം കൈ കൊണ്ട് ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു, എങ്ങനെ തേച്ചാൽ വൃത്തിയാവും. നാട്ടിലെ പോലെ ഇരുന്ന് തേക്കാനുള്ള ഇതില്ല നമുക്ക്. അപ്പം ഇവിടുത്തെ രീതിക്കും പിന്നെ എനിക്ക് ഫ്രോസൺ ഷോൾഡർ ഒരു സംഭവം ഉണ്ടായിരുന്നു, കൈ എടുക്കാൻ പറ്റാത്ത ഒരു പെയിനായിരുന്നു. അപ്പം ഭയങ്കര പ്രഷർ എടുക്കാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് അങ്ങനെ ഇരുന്ന് യൂട്യൂബിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു സായിപ്പ് കാണിച്ചുകൊണ്ടിരുന്നു. അയാളുടെ വെങ്കലമൊക്കെ ബ്രാസെല്ലാം ക്ലീൻ ചെയ്യുന്ന പാറ്റേൺ. സിട്രിക് ആസിഡും ഉപ്പ്, വിനീഗറൊക്കെ ഒരു ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് വെള്ളം പുളി ഒഴിക്കുന്നത് വിനീഗറാണ്. അതിലെല്ലാം കൂടി മുക്കി ഇങ്ങനെ സൈഡിലോട്ട് വയ്ക്കും, മുക്കി വയ്ക്കും അവരുടെ ക്യാൻഡിൽ സ്റ്റാൻഡ്സൊക്കെ. അത് കണ്ടപ്പോഴത്തേക്ക് കൊള്ളാൻ തോന്നി. അപ്പം ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് സക്സസ് ആയിരുന്നു. വലിയ ടെൻഷൻ ഇല്ലാണ്ട് മെനക്കേടില്ലാതെ കിട്ടി. ഓക്കെ, ഇനി ഞാൻ കൈ മാറ്റിയിട്ട് ജസ്റ്റ് ഈ ഇതില്ല പുതിയൊരു ഇതെടുത്തിട്ട് ജെല്ലില്ലാതെ പതുക്കെ ഇതുകൊണ്ട് തേക്കുക. കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി എന്നിട്ട് നോക്കി ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലിനി വേറെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരു പ്ലേറ്റ് കൂടി ഉണ്ട്, അതും കൂടി പോയി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം ഈ 3 കൂടി ഞാൻ എടുക്കും. ഒരു ചെറിയ വിളക്ക് ഇട്ട്. അപ്പം ഇത് ഭയങ്കര പണ്ട് എൻ്റെ കല്യാണത്തിന് കിട്ടിയതാണ്, അതിൻ്റെ കട്ടം. അപ്പം ഇതാണ് പൂജ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കറുമ്പനടിച്ചിരിക്കുക, ക്ലാവോ കറുമ്പനോ എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോൾ ഇതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കണം. എല്ലാം ഒരുപോലെ നമ്മൾ വാങ്ങിക്കുന്ന പോലെ അതേ രീതിയിൽ പോളിഷ് ചെയ്ത് കിട്ടത്തില്ല. കാരണം അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അവരുടെ ആ മെറ്റൽസിൻ്റെ ഓരോ ഇത് വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ലൈക്ക് ചോപ്പ് കോപ്പറോ അങ്ങനത്തെ എന്താണ്ടൊക്കെ തുടയ്ക്കുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. ബാക്കിയില്ല. ഇപ്പോൾ തന്നെ കളേഴ്സൊക്കെ നന്നായിട്ട് മാറി വരുന്നു. അല്ല
ഇനി ഈ പ്ലേറ്റ് ഒന്ന് നോക്കിക്കേ എന്താ അവസ്ഥ എന്നുള്ളത്. കുറച്ച് തേച്ച് കാണിച്ചു തരാം. ഈ തട്ടത്തിൽ ഞാനിപ്പം വിളക്കല്ല വയ്ക്കുന്നത്, ലൈക്ക് പറയില്ല, അല്ലാതെ കുറച്ച് അരി ഇട്ടിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് ഗ്രാസ് ഉണ്ട് നമ്മുടെ ലോക്കലിൽ അവൈലബിൾ ആവുന്ന ചെടികൾ, ഇവിടുത്തെ ലോക്കൽ ചെടികൾ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഓക്കെ ഇത് നന്നായിട്ടൊന്ന് റെഡിയാക്കണം. കാണുന്നുണ്ടോ കളറിൻ്റെ വ്യത്യാസം? കണ്ടോ, ബാക്കിലൊക്കെ നല്ല സുഖമായിട്ട് വന്നു. ഓക്കെ, ഇനി വിളക്ക്. ഇതിലൊരു ചുവപ്പ് കൂടുതലാണ്. ഇപ്പോഴത്തെ എല്ലാം തേച്ച് ഇങ്ങനെ വെച്ചിരിക്കുക സൈഡിൽ. ഏതൊക്കെ കണ്ടോ? ഇത് മാത്രമൊന്നും ചെയ്തില്ല ശിവലിംഗം, ബാക്കിയെല്ലാം ഇനിയൊന്ന് കഴുകാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് ആയിട്ടോ. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ മുക്കി എടുത്തിട്ട് പിന്നെ കഴുകി വയ്ക്കും. അപ്പം 1 by 1 ആദ്യം തേച്ച് പിടിപ്പിച്ചൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഗണപതിയിൽ നിന്ന് തുടങ്ങാം. കുറച്ച് ഡ്രൈ ആയി ഈ വെള്ളത്തിൽ. എവിടെയെങ്കിലും മാവ് ഒട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഇതുപോലെ ചെയ്താൽ മതി, പോവും. ഗണപതി ഏതായാലും ആയി. ഇനിയൊന്ന് ഫ്രഷ് വാട്ടറിൽ പിന്നെയും ചെയ്യണം. അപ്പം അതിന് അവിടെ ഇരിക്കട്ടെ. ഇനിയെല്ലാം ഇതുപോലെ ഇനി ഞാൻ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ലൈക്കണം വെള്ളത്തിൽ കാണിച്ചിട്ട് ഫസ്റ്റ് ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ഒന്ന് നല്ല തണുത്ത വെള്ളത്തിൽ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളവും പിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ശിവന് ശിവധാര കുറച്ച് നല്ല തണുത്ത വെള്ളം, ഐസ് വെള്ളം കുളിപ്പിക്കുക. ഗംഗാധരായ ശിവ ഗംഗാധരായ. ഗംഗാജലം ഇല്ല, വെസ്റ്റിൽ നമുക്ക് ഉള്ള വെള്ളത്തിൽ പുള്ളിന് അഭിഷേകം ചെയ്യാം. പോകുന്നത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാത്തിനും തുടിക്കും. ആദ്യം വിളക്ക്, മഞ്ഞൾ, എന്നിട്ട് കുങ്കുമം,
ഒരു അലങ്കാരം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു തിരിയും വെച്ച് കഴിഞ്ഞാൽ രാവിലെ വിളക്കെത്തിക്കാം. ഓക്കെ ആവും. അങ്ങനെ ഇനി എല്ലാത്തിലും ഗണപതിയും എല്ലാ വിഗ്രഹങ്ങളിലും ഇത് തൊടിക്കും. ഇത് ഞങ്ങളുടെ രീതിയാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ രീതിയിൽ ഞാനങ്ങ് ചെയ്തു പോവുകയാണ്. ഫൈനലായിട്ട് എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എണ്ണയ്ക്ക് ഒഴിച്ച് തിരിയൊക്കെ വെച്ചിട്ട് വിളക്കിൽ നാളെ രാവിലെ 1-ാം തീയതി കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രസാദം അവൽ, ശർക്കര, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് പറ, അല്ല കുറച്ച് പുല്ല്, ഇവിടുത്തെ വയ്ക്കോല് മാതിരിയുള്ള ഒരു പുല്ലാണ് കേട്ടോ, പ്ലസ് തുളസി, ഇത്രയും വെച്ചിട്ടുണ്ട്. മഞ്ഞൾ, എനിക്ക് തുളസി തറയില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു പാറ്റേൺ, ചെറിയൊരു മോഡൽ, വെറ്റിലപ്പാക്ക്, അടയ്ക്ക, മഞ്ഞൾ, പിന്നെ എല്ലാത്തിലും വെക്കണോ. ഇനി നാളെ രാവിലെ ഇത് ലക്ഷ്മി ദേവിക്ക് ഏലക്കമാല ചാർത്തിരിക്കുവാണ്. ഗണപതിക്ക് എൻ്റെ വീട്ടിൽ എന്താ പറയുന്നത്, ചെടിച്ചട്ടിയിൽ വളർന്ന കുറച്ച് പുല്ലാണ് കേട്ടോ, അതിൻ്റെ ഒരു മാല ഉണ്ടാക്കി ചാർത്തി വെച്ചു. എന്നാ ശിവാഭരണങ്ങൾ, നാഗരം, രുദ്രാക്ഷം, ഗുരുവായൂരപ്പൻ ഓടക്കോയിലുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അടുത്ത് ഒന്നെങ്കിൽ രാധ വേണം, അല്ലെങ്കിൽ പശുക്കൾ വേണം, അല്ലെങ്കിൽ ആ നാദസ്വരം എല്ലാം കൊണ്ടുപോകുന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഏതായാലും പശുക്കളുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ചെറിയ സ്പേസാണ് കേട്ടോ, എന്നാ പറഞ്ഞ മിനിയേച്ചർ ഫോം ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടാണ് കാണിച്ചത്. അപ്പം രാവിലെ വിളക്ക് കത്തിക്കും. അപ്പം എൻ്റെ വർക്ക് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിരിക്കും ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ലൈക്ക് ഏർലി മോർണിംഗ് ഒരു വ്യക്തിയാണ് ഞാൻ, രാവിലെ എണീക്കുന്ന ഒരാളാണ്. അപ്പം 3 മണിക്ക് 4 മണിക്കൊക്കെ എണീച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിട്ട് ഇരിക്കും. പിന്നെ ലൈക്ക് എൻ്റെ ഓഫീസ് ജോബ്, ഹോം ഓഫീസാണ് ചെയ്യുന്നത്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് 3 മണി വരെ എൻ്റെ സ്കെഡ്യൂള് 7 to 3. അപ്പം ഞാനിപ്പം വയ്ക്കുവാണ്. ഏതായാലും സമയമായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇതൊക്കെ ചെയ്തു വെച്ചു. രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം TV കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇതൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാപ്പി ചിങ്ങം. നാളെ രാവിലെ കാണാം. ബൈ.